ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പുതിയ ഇന്ത്യയുടെ മുഖം ലോകം കണ്ടുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്രവാദത്തിന്റെ സംരക്ഷകരായ പാകിസ്ഥാനെ ഏതാനും മണിക്കൂറിനുള്ളിൽ മുട്ടുകുത്തിക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവ് ലോകത്തിനു മുന്നിൽ പ്രകടമായതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബംഗളൂരു നമ്മ മെട്രോയുടെ പുതിയ യെല്ലോ ലൈൻ ഉദ്ഘാടനം ചെയ്ത ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. नहीं होगी। अभिषेक सिंह जो है, अभिषेक बेंगलुरु को नम्मा मेट्रो के येलो लाइन के उद्घाटन से जो ये सौगात मिली है, उसमें ट्रैफिक जैम जिससे हर इंसान जूझता है। ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് കാരണം നമ്മുടെ സാങ്കേതിക വിദ്യയിലെ മികവും മേക്ക് ഇൻ ഇന്ത്യയുടെ ശക്തിയുമാണ്. ബംഗളൂരുവിലെ യുവാക്കൾ ഇതിനായി ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. ആഗോള IT ഭൂപടത്തിൽ ഇന്ത്യയുടെ പതാക സ്ഥാപിച്ച ബംഗളൂരു നഗരത്തെയും അവിടുത്തെ കഠിനാധ്വാനികളായ ജനതയെയും അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. RV റോഡ് മുതൽ ബൊമ്മസാന്ദ്ര വരെ 19 കിലോമീറ്റർ നീളത്തിലുള്ള പുതിയ മെട്രോ പാതയാണ് പ്രധാനമന്ത്രി തുറന്നുകൊടുത്തത്. ഉദ്ഘാടനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് തുടങ്ങിയവർക്കൊപ്പം പ്രധാനമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്തു. യാത്രയ്ക്കിടെ വിദ്യാർത്ഥികളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി. KSR റെയിൽവേ സ്റ്റേഷനിൽ 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ബംഗളൂരുവിൽ നിന്ന് ബലഗാവിയിലേക്കും അമൃത്സറിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി ഖത്രയിലേക്കും നാഗ്പൂരിൽ നിന്ന് പൂനെയിലേക്കുമുള്ള ട്രെയിനുകളാണ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തത്. പൊതുസമ്മേളനത്തിന് ശേഷം ബംഗളൂരുവിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ വീക്ഷിക്കാൻ റോഡിനിരുവശവും വലിയ തിരക്കായിരുന്നു. कम्यूट का बहुत बड़ा ऑप्शन बन जाता है और आपने देखा जो विजुअल्स में एक